അസമിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ള നേതാവാണ് DK ശിവകുമാർ. അസമിലെ ചുമതലയേൽക്കാൻ പോകുന്ന വേളയിലാണ് ശിവകുമാർ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളെയും രാഹുൽ ഗാന്ധിയെയും കണ്ടത്. പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് DK ശിവകുമാർ കർണാടകയിലെ മുഖ്യമന്ത്രി പദവിയിലെ അഭിപ്രായ ഭിന്നതകളെപ്പറ്റി തുറന്നു പറഞ്ഞത്. ഇത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച ഒരു ഘടകമാണ്. കർണാടകയിലെ മുഖ്യമന്ത്രി പദവിയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് കർണാടകയിലെ 136 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് ശിവകുമാർ പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലവിൽ അവ്യക്തതകളില്ലെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായുള്ള ഭരണപരമായ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളതാണെന്നും DK പറഞ്ഞു. കർണാടകയിൽ കോൺഗ്രസിന് 136 MLA-മാരാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ തനിക്കൊപ്പമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് DK ശിവകുമാർ. ഇത് വിവാദമാക്കി തലക്കെട്ടടിച്ച മാധ്യമങ്ങളാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിയെ ദൂഷകരമായി ബാധിക്കുമെന്ന് ശിവകുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യം വീണ്ടും ശിവകുമാർ അടിവരയിട്ട് പറയുകയാണ്. 2025 നവംബറിൽ കോൺഗ്രസ് സർക്കാർ പകുതി കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് അധികാര പങ്കിടൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ കർണാടക രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായത്. 2023 സർക്കാർ രൂപീകരണ വേളയിൽ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാൻ ധാരണ ഉണ്ടായിരുന്നു എന്ന അഭ്യൂഹങ്ങളാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. അതേസമയം അസം തെരഞ്ഞെടുപ്പിന്റെ മുതിർന്ന നിരീക്ഷകനായി നിയമിക്കപ്പെട്ട ശിവകുമാർ തന്റെ ഡൽഹി സന്ദർശനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചർച്ചകൾക്ക് വേണ്ടിയാണുള്ളതെന്നും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പകുതിയോടെ DK ശിവകുമാറിന് 2-3 മാസത്തിനകം മുഖ്യമന്ത്രിയാകാനുള്ള അവസരം വന്നു ചേരുമെന്ന് പറഞ്ഞ് ആദ്യ വെടിപൊട്ടിച്ചത് കോൺഗ്രസ് MLA HA ഇക്ബാൽ ഹുസൈനാണ്. കോൺഗ്രസിൽ ശിവകുമാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്ന നേതാവാണ് ഇക്ബാൽ ഹുസൈൻ. കർണാടകത്തിൽ കോൺഗ്രസിലും സർക്കാരിലും ഈ വർഷം അവസാനത്തോടെ നേതൃമാറ്റം ഉണ്ടായിരിക്കുമെന്ന് MLA 2025 ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ വ്യവസ്ഥയാണെന്ന് MLA അവകാശപ്പെടുന്നുണ്ട്. അതുപ്രകാരം 2025 നവംബറോടെ അധികാരമാറ്റത്തിന് സമയമാകുമെന്നാണ് MLA പറഞ്ഞത്. സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള നീക്കത്തിൽ ഇനിയൊരു ചർച്ച ഉണ്ടാവില്ലെന്നും കർണാടക മുഖ്യമന്ത്രി എന്ന നിലയിൽ സിദ്ധരാമയ്യ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് RV ദേശ്പാണ്ഡെ അറിയിച്ചതോടെയാണ് മറ്റ് ചർച്ചകൾ വഴിമുട്ടിയത്. സിദ്ധരാമയ്യെ മാറ്റുന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശമോ ചർച്ചയോ നടന്നിട്ടില്ലെന്നും പറയുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന മറുപടിയാണ് സിദ്ധരാമയ്യയിൽ നിന്നും ശിവകുമാറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.